എന്നാൽ ഈ ഫ്ലൈറ്റ് ഒരു സംഭവം തന്നെ അല്ലേ? ഇത്രയും പോകുന്ന സാധനം എങ്ങനെ പൊന്തുന്നതാണോ? എന്നാൽ ഈ ഫ്ലൈറ്റുകളെ സമ്മതിക്കണം. അത് ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇങ്ങനെ പൊങ്ങുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണോ ഫ്ലൈറ്റ് പൊന്തുന്നത്? അതെങ്ങനെയാ? ഈ എയറോപ്ലെയിൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന്റെ മേൽഭാഗം കുറച്ച് കേർവ്ഡ് ആയിട്ടും അതിന്റെ താഴെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ മേൽഭാഗം കേർവ്ഡ് ആക്കി വെച്ച് തന്നെ ഈ ഡിസ്റ്റൻസ്, എയർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടാനാണ്. ഡിസ്റ്റൻസ് കൂടാന്ന് പറയുമ്പോൾ വെലോസിറ്റി കൂടും. ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാല് വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണ്. അപ്പോ മേൽഭാഗത്ത് വെലോസിറ്റി കൂടുതലാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ലോ പ്രഷർ ആയിരിക്കും എന്നുള്ളതാണ്. നേരെ മറിച്ച് താഴത്തെ ഭാഗം എന്ന് പറയുന്നത് അവിടെ ഹൈ പ്രഷർ ആയിരിക്കും, കാരണം അവിടെ വെലോസിറ്റി കുറവാണ്. എയർ യൂഷ്വലി ട്രാവൽ ചെയ്യുക ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ്. അപ്പൊ എയറോപ്ലെയിന്റെ മേലെ ഭാഗത്ത് ലോ പ്രഷറും താഴെ ഭാഗത്ത് ഹൈ പ്രഷറുമാണ്. എയർ ട്രാവൽ ചെയ്യുക ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ്. സോ താഴെ ഈ ഹൈ പ്രഷർ കാരണം ഒരു ലിഫ്റ്റ്, ഒരു ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഇത് മേലേക്ക് പൊങ്ങുന്നത്. നൗ ലേൺ സയൻസ് ഈസി വിത്ത് DNA.